സഹവാസമാണ് നൊയമ്പ്. ഉപവാസവും സഹവാസവും വ്യത്യസ്തമായ ദർശനങ്ങളാണ്. ഉപവാസം വൈയക്തികമാണ്, എന്നാൽ സഹവാസം ഒരു സാമൂഹികമായ പ്രക്രിയയാണ്. ദൈവത്തോടും ദൈവത്തിൻ്റെ സൃഷ്ടികളോടുമുള്ള സഹവാസമാണ് നൊയമ്പ്. ദൈവത്തോടുള്ള സഹവാസം സാധ്യമാകുന്നത് സൃഷ്ടികളോടുള്ള സഹവാസത്തിലൂടെയാണ്. ഈ സഹവാസം സാധ്യമാകുന്നത് 3 മാർഗങ്ങളിലൂടെയാണ്. ഒന്ന്, ദൈവിക നീതിക്ക് വേണ്ടിയുള്ള നമ്മുടെ പ്രവർത്തനവും ദൈവിക നീതിക്ക് വേണ്ടിയുള്ള നമ്മുടെ പ്രവചനവും. 2, ദൈവസ്നേഹത്തിൻ്റെ വക്താക്കളായി തീരുന്നതിലൂടെ. 3, ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നതിലൂടെ. വിശുദ്ധ മാർക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 31 മുതൽ 35 വരെയുള്ള വാക്യത്തിൽ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവർക്ക് ക്രിസ്തു കൊടുക്കുന്ന ഒരു വിശേഷണം വ്യക്തമാക്കുന്നുണ്ട്. എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവർ ആരാണ് എന്ന് ക്രിസ്തു ചൂണ്ടിക്കാട്ടുന്നു. പുരുഷാരത്തോടൊപ്പം ചെലവഴിച്ചിരുന്ന ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് തൻ്റെ അമ്മയും സഹോദരന്മാരും എത്തിച്ചേർന്നപ്പോൾ അവരുടെ സാമീപ്യം ചൂണ്ടിക്കാട്ടിയ പുരുഷാരത്തിൻ്റെ മുൻപിൽ ക്രിസ്തു ചോദിക്കുന്നു, ആരാണ് എൻ്റെ സഹോദരന്മാരും അമ്മയും? പുരുഷാരത്തിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ക്രിസ്തു പറയുന്നു, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരാണ് എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും. വളരെ ദീപ്തമായ അർത്ഥപുഷ്ടമായ ഒരു പ്രഖ്യാപനമാണ് ക്രിസ്തു നടത്തുന്നത്. എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരാണ് എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും. പലപ്പോഴും ക്രിസ്തുവിൻ്റെ സന്നിധിയിലേക്ക് ക്രിസ്തുവിൻ്റെ സ്വന്തക്കാരെന്നുള്ള അവകാശവാദവുമായി ഇടിച്ചു കയറുന്ന മതപ്രമാണിമാരും കപടഭക്തന്മാരും സമൂഹത്തിലുള്ളപ്പോൾ അവരുടെ മുഖത്ത് നോക്കിക്കൊണ്ട് ക്രിസ്തു പറയുകയാണ്, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരാണ് എൻ്റെ സഹോദരന്മാരും സഹോദരിമാരും അമ്മയും. ദ യൂണിവേഴ്സൽ ബ്രദർഹുഡ്, ദ യൂണിവേഴ്സൽ സിസ്റ്റർഹുഡ് ആൻഡ് ദ യൂണിവേഴ്സൽ മദർഷിപ്പ്. ഇതാണ് ക്രിസ്തു തൻ്റെ ശിഷ്യ സമൂഹത്തോട്, പുരുഷാരത്തോട് പ്രഖ്യാപിച്ച ദൈവവചനം. ആരാണ് ദൈവത്തിൻ്റെ മക്കളെന്ന് അപ്പോസ്തലനായ പൗലോസ് ഗലാത്യർക്കെഴുതിയ ലേഖനത്തിൽ വരച്ചു കാട്ടുന്നുണ്ട്. ന്യായപ്രമാണത്തിൻ്റെ പരിധികൾക്ക് അപ്പുറമായി ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലുള്ള ഗണമാണ് യഥാർത്ഥത്തിലുള്ള ദൈവമക്കൾ എന്ന് വിശുദ്ധ പൗലോസ് ചൂണ്ടിക്കാട്ടുന്നു. ഒരു പരിമിതമായ അവസ്ഥയിലല്ല ആ വിശ്വാസ ഗണത്തെ പൗലോസ് ചൂണ്ടിക്കാട്ടുന്നത്. അവരിൽ യഹൂദനും യവനനുമെന്നില്ല, അതോടൊപ്പം തന്നെ അടിമയും സ്വതന്ത്രനുമെന്നുമില്ല, ആണും പെണ്ണുമെന്നുമില്ല. 3 ദർശനങ്ങൾ പൗലോസ് ചൂണ്ടിക്കാട്ടും. ഒന്ന്, വിവിധ സമൂഹങ്ങൾ ഉൾക്കൊള്ളുന്ന, വർഗങ്ങൾ ഉൾക്കൊള്ളുന്ന ലോകത്തിൽ ഒരു തരത്തിലുള്ള തരംതിരിവുകളും വിശ്വാസികളുടെ സമൂഹത്തിൽ ഇല്ല എന്ന് അടിവരയിട്ട് പൗലോസ് പറയുന്നു. യവനനായാലും യഹൂദനായാലും ആഫ്രിക്കക്കാരനായാലും കറുത്തവനായാലും വെളുത്തവനായാലും അവൻ വിശ്വാസ സമൂഹത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് ലോകത്തുള്ള വിഭാഗീയതകളെ മുഴുവൻ ഉൾക്കൊള്ളുന്ന, വിഭാഗീയതകളെ മുഴുവൻ അതിജീവിക്കുന്ന ഒരു വലിയ ദർശനം ഗലാത്യർക്കുള്ള ലേഖനത്തിൽ പൗലോസ് വ്യക്തമാക്കും. 2, പൗലോസ് പറയുന്നു, അവരിൽ അടിമയുമില്ല സ്വതന്ത്രനുമില്ല. ജീവിതത്തിൽ അടിമത്വമോ പരിപൂർണ സ്വാതന്ത്ര്യമോ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ പോലും ദൈവത്തിൻ്റെ മക്കളായി തീരുമ്പോൾ അടിമത്വ മനോഭാവത്തിൽ നിന്ന് അവർക്ക് മോചനം കിട്ടുന്നു എന്നാണ് പൗലോസ് ചൂണ്ടിക്കാട്ടുന്നത്. നമ്മുടെ സമൂഹത്തിൽ ഏതെല്ലാം തരത്തിലുള്ള പീഡനങ്ങൾ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ പോലും അവരോടുള്ള സഹവാസം,
അവരോട് ഒരുമിച്ചായിരിക്കുന്നതാണ് നോമ്പിൻ്റെ അർത്ഥമെന്ന് ചൂണ്ടിക്കാട്ടുന്നു. 3, അവരിൽ ആണും പെണ്ണുമെന്നില്ല. ഒരു ജെൻഡർ ഡൈവേഴ്സിറ്റിയെ ഇവിടെ അംഗീകരിക്കുകയാണ്. ജെൻഡർ ഡൈവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് 2 സങ്കല്പങ്ങൾ പൗലോസ് പറയുവാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. 1, കോംപ്ലിമെന്റേറിയനിസം, പരസ്പര പൂരകമായിരിക്കുന്ന സ്ത്രീയുടെയും പുരുഷൻ്റെയും അവസ്ഥ. 2, ഈഗ്വലറ്റേറിയനിസം, രണ്ടും തുല്യമായിരിക്കുന്ന എന്നാൽ പരസ്പര ബന്ധിതമല്ലാത്ത ഒരവസ്ഥ. എന്നാൽ വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ പശ്ചാത്തലത്തിൽ ദൈവം സ്ത്രീയെ പുരുഷനെ സൃഷ്ടിച്ചപ്പോൾ, അത് ദൈവത്തിൻ്റെ പദ്ധതിയായപ്പോൾ, രണ്ടിനും അതിൻ്റേതായ സാങ്കത്യമുണ്ട് എന്നും പരസ്പര പൂരകമാണെന്നുമുള്ള സന്ദേശം വ്യക്തമാക്കും. മാത്രമല്ല, ജെൻഡർ ഡൈവേഴ്സിറ്റിയുടെ ഭാഗമായി സ്ത്രീയും പുരുഷനുമല്ലാത്ത ട്രാൻസ്ജെൻഡർ, അതുപോലെ സസ്യജാലങ്ങൾ, ജീവജാലങ്ങൾ, ഇവയുടെ എല്ലാം ഒരു പൊരുത്തപ്പെടൽ, അവയോടുള്ള ഒരു സഹവാസം നോയമ്പിൻ്റെ ഭാഗമായി സംഭവിക്കണം എന്നുള്ളത് ഏറ്റവും പ്രാധാന്യമുള്ള വസ്തുതയാണ്. അതുകൊണ്ട് ആണും പെണ്ണുമെന്നില്ല എന്നുള്ള ആ ഒരു ദർശനത്തിലൂടെ ബയോഡൈവേഴ്സിറ്റിയെ പറ്റിയും ജെൻഡർ ഡൈവേഴ്സിറ്റിയെ പറ്റിയും വളരെ വിശാലമായ ജെൻഡർ ഇക്വാളിറ്റിയെ പറ്റിയും ഈ നോമ്പിൻ്റെ കാലയളവിൽ ഉൾക്കൊള്ളുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഇവിടെ ഒരു യൂണിവേഴ്സൽ ലവ്, ഒരു യൂണിവേഴ്സൽ കൺസേൺ, സാർവലൗകികമായ സ്നേഹവും സാർവലൗകികമായ കരുതലും, അതാണ് ദൈവരാജ്യത്തിൻ്റെ സ്വഭാവം. ഇന്നത്തെ നമ്മുടെ ചിന്തയിൽ ആ സാർവലൗകികമായ ദൈവരാജ്യത്തിൻ്റെ പരിധികളില്ലാത്ത, പരിമിതികളില്ലാത്ത അവസ്ഥയെപ്പറ്റി ധ്യാനിക്കുവാൻ നമുക്ക് ദൈവം അവസരം തരുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.